ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ചിരുന്ന ഒരു നായക്കുട്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാ ഇതാണ് സാധനം, ബെൽജിയം മെൽനോയ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇതിന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലാ. മണ്ണ് പോവാത്ത രീതിയിൽ വളരെ സമാധാനത്തിൽ വേണം പ്ലാവ് വയ്ക്കാൻ. മറ്റുള്ള മരങ്ങൾ കണക്കല്ല, പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കെയർ ചെയ്യുക. ഒരു തുള്ളി മണ്ണ് പോലും പോവാതെ വെക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇതിന് സെൻസിറ്റീവ് സാധനം അല്ലേ അണ്ണാ പ്ലാവ്? ആണോ, പ്ലാവ് എന്ന് പറയുമ്പോഴേ സെൻസിറ്റീവ് സാധനമല്ലേ. അന്നേരം അത് വെക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കെയർ ചെയ്യണമെന്ന് പറ. വളം, എല്ലുപൊടി, വേപ്പിണ്ണാക്കൊക്കെ വളം ഇട്ടിട്ട് മണ്ണിനടിയിൽ അടിസ്ഥാന വളം എന്തൊക്കെ കൊടുക്കാം പറ. അടിസ്ഥാന വളം നമ്മൾ എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ശേഖരിച്ചോട് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമുണ്ട്. അതാണ് ജൈവവളം. ജൈവവളം കൂട്ടിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അതാണ്ട് നല്ല അടിപൊളി ഒരു പ്ലാവ് അങ്ങോട്ട് വെച്ചാൽ ഇല്ലേണ, അടിപൊളിയായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തേ. ജൂൺ 5 വരാൻ വേണ്ടി പോവുകയാണല്ലേ. ആവശ്യമുള്ള മരങ്ങളൊക്കെ വെക്കാൻ നേരത്തെ കൂട്ടി എല്ലാം തയ്യാറായിക്കോ ഇല്ലേണ. പരിസ്ഥിതിയോടനുബന്ധിച്ച് എന്താ പറയാനുള്ളത്? വല്ലതും പറയണ്ട. പറയാനില്ല, മരങ്ങളെ വൃക്ഷത്തൈകളൊക്കെ വിടുക, പല വൃക്ഷങ്ങളൊക്കെ വെക്കുക. പ്രയോജനപ്പെട്ട സുഹൃത്തുക്കളെ, അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചാത്തന്നൂരാണ്. അന്നേരം അവിടെ നമുക്ക് ഇതാണ്ട് ഈ വീട്ടിനകത്ത് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി വന്നതാണ്. ജൂൺ 5 വരാൻ വേണ്ടി പോവുക. അന്നേരം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുറേ ഫ്രൂട്ട് പ്ലാന്റുകളും അതേപോലെ തന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരം നമുക്ക് അതിനകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. അതിനെ കൂടിങ്ങി വായോ. അങ്ങനെ അവിടത്തേക്ക് കുറച്ച് വെറൈറ്റി മാവ്, പുതിയ വെറൈറ്റി മാവും അതേപോലെ തന്നെ പ്ലാവും, റംബൂട്ടാൻ